എർലിംഗ് ഹാലൻഡ് തൻ്റെ കരിയറിലെ 300ാമത്തെ ഗോള് 25 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ എടുത്തു എന്നുള്ളതാണ് കേട്ടോ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടാന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാര്യത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ വേറൊരു ഹിസ്റ്ററിയും കൂടെ ഉണ്ടായിരിക്കുകയാണ്. തൻ്റെ എർലിംഗ് ഹാലൻഡിൻ്റെ കരിയറിൽ 300ാമത്തെ ഗോൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, 2020 പുള്ളി ജനിക്കുന്നത്. സോ അപ്പോൾ 25 വയസ്സാണ് ടെക്നിക്കലി വരേണ്ടത്. പക്ഷെ അതിന് ഇനിയൊരു 20-25 ദിവസം കൂടെ ഉണ്ട്. അതിന് മുന്നേ തന്നെ 300 കരിയർ ഗോളിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, എന്ത് വന്നു കഴിഞ്ഞാലും മെസ്സി റൊണാൾഡോ ആയിട്ടാണല്ലോ കമ്പാരിസൺ. സോ അപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ ഒരു പോസ്റ്റ് കാണുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 25ാം വയസ്സിൽ മെസ്സിയെക്കാളും റൊണാൾഡോയെക്കാളും പെർഫോം ചെയ്യാൻ ഈ ചെറുക്കന് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി വരും നാളുകളിൽ പല റെക്കോർഡ്സും പൊളിക്കില്ലേ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചോദ്യം. അപ്പോൾ അതേ ചോദ്യം തന്നെ ഞാൻ നിങ്ങളോടും ചോദിക്കുകയാണ്. അതായത് ഹാലൻഡിൻ്റെ ഒരു പെർഫോമൻസ് സ്റ്റൈൽ നമുക്കറിയാം. ബോൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 80% പുള്ളി കൺവേർട്ട് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ തരുന്ന രീതിയിലാണ് പുള്ളിയുടെ പെർഫോമൻസ്. അതിനനുസരിച്ച് പുള്ളി നല്ല വെയിറ്റ് ഇട്ട് കളിക്കും, നല്ല സ്പീഡിയാണ്. ആൻഡ് ഫിനിഷിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും മോശമൊന്നുമല്ല, നല്ല കിണ്ണം കാഴ്ച ഷോട്ടൊക്കെയാണ് അല്ലേ. സോ ഗോൾസിൻ്റെ കാര്യത്തിൽ ഇവൻ ഒരു മെഷീനായി മാറുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാടോ. ഇനി എംബാപ്പയുടെ കാര്യവും നമുക്കിതിനകത്ത് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും എപ്പോഴും മെസ്സിയും റൊണാൾഡോ ആണല്ലോ ആ ഒരു വിഷയത്തിൻ്റെ ആസ്പദമാവാറുള്ളത്. അതുകൊണ്ട് എടുത്തു എന്നേ ഉള്ളൂ. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് കറോ.